ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളെക്കുറിച്ചാണ്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സവിശേഷതകൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. 1950 ജനുവരി 26 നിലവിൽ വന്നു ഇന്ത്യൻ ഭരണഘടന അല്ലേ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് നമ്മുടേത് കേട്ടോ, ഇന്ത്യയുടേതാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഈ ഭരണഘടന അംഗീകരിച്ചത് അല്ലെങ്കിൽ തയ്യാറാക്കിയത് 1949 നവംബർ 26 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. തുടക്കത്തിൽ ഭരണഘടനയിൽ 395 അനുച്ഛേദങ്ങൾ, 22 ഭാഗങ്ങൾ, 8 പട്ടികകൾ എന്നിവയാണ് ഉണ്ടായിരുന്നത്. നിലവിലോ 25 ഭാഗങ്ങൾ, 12 പട്ടികകൾ. ആർട്ടിക്കിൾ നമ്മൾ ഡേ ടു ഡേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, കാരണം മാറാം. അതുകൊണ്ട് നമ്മളൊരു കൃത്യമായൊരു കണക്ക് പറയുന്നില്ല. നമ്മുടെ ഭരണഘടനയുടെ ഈ ബൃഹത്തായ രൂപഘടനയ്ക്ക് പ്രധാനമായും 4 കാരണങ്ങളുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ഭൂമിശാസ്ത്രപരം, ചരിത്രപരം. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരേ ഭരണഘടന ഫെഡറൽ സിസ്റ്റമാണ് അല്ലെ, യൂണിറ്ററി സിസ്റ്റമാണ്, ഫെഡറൽ സിസ്റ്റമാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ നിയമജ്ഞരുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ ഈ ബൃഹത്തായ രൂപഘടനയ്ക്ക് പ്രധാനമായ 4 കാരണങ്ങൾ. ഇനി നമ്മുടെ ഉറവിടങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. വൈവിധ്യമാർന്ന ഉറവിടങ്ങൾ. ഏറ്റവും കൂടുതൽ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അതായത് നമ്മുടെ സവിശേഷതകളിൽ ഒന്നാണ് അല്ലേ, നമ്മുടെ വൈവിധ്യമാർന്നതാണ്. ബ്രിട്ടീഷ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ നിയമത്തിൻ്റെ കാർബൺ കോപ്പി എന്നാണ് ഇന്ത്യൻ ഭരണഘടന അറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നിയമത്തിൻ്റെ കാർബൺ കോപ്പി എന്നാണ് ഇന്ത്യൻ ഭരണഘടന അറിയപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതകളിൽ ഒന്നാണ് ദൃഢതയാർന്നത് എന്നാൽ ഉദാരം. റിജിഡ് ഓൾസോ ഫ്ലെക്സിബിൾ, അങ്ങനെയാണ് നമ്മൾ പറയുക അല്ലേ. ദൃഢതയാർന്നത് എന്നാൽ ഉദാരം. പരിഷ്കരണ സാധ്യത കുറഞ്ഞ ഭരണഘടനയെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. അതായത് നമ്മുടെ ഭേദഗതികളൊക്കെ ചെയ്യുന്നതിന്, അതായത് നമുക്കൊരു പരിഷ്കരണം ഉണ്ടാക്കാൻ സാധ്യതകൾ കുറഞ്ഞ അല്ലെങ്കിൽ നിയമവഴികൾ കൂടുതൽ ദുഷ്കരമായിട്ടുള്ളതിനെ നമ്മൾ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. ഉദാര നിയമങ്ങളാൽ അയവുള്ള ഭരണഘടനയെ നമ്മൾ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നു. ഫ്ലെക്സിബിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് നിയമം പരിഷ്കാരം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. എക്സാമ്പിൾ ബ്രിട്ടീഷ് ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന ഇത് രണ്ടും ചേർന്നതാണ്. നമ്മൾ രണ്ടും ചേർന്ന ഒരു മിക്സ്ഡ് ആണ്. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്നാണ് പറയുക. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. ഭരണഘടനാ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? 368 ആർട്ടിക്കിളാണ് അല്ലെ. 368 ആർട്ടിക്കിൾ. അതായത് ആർട്ടിക്കിൾ 368 പ്രകാരമാണ് ഭരണഘടനാ ഭേദഗതി. നമ്മുടെ സത്യത്തിൽ നമ്മുടെ ഭരണഘടന അനുച്ഛേദം 368 പ്രകാരം 2 തരം പരിഷ്കരണങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് ഭേദഗതി ചെയ്യാൻ നമുക്ക് 2 തരത്തിലുള്ള പരിഷ്കരണങ്ങളുണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ ഈ റിജിഡായിട്ട് പറയുന്നത്, അതായത് ദൃഢതയാർന്നത് എന്ന് പറയുന്നത്. അതായത് പരിഷ്കരണ സാധ്യത കുറഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ പറയുന്നത് ആർട്ടിക്കിൾ 368 2 പരിഷ്കരണങ്ങളാണ്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മൊത്തത്തിൽ നമുക്ക് 3 ഉണ്ട്. അതിൽ 2 ഉള്ളത് നമ്മുടെ ഭേദഗതി ചെയ്യാനുള്ള 368. അതിൽ ആദ്യത്തെ 2 ഇതാണ്. ഒന്നാമത്തേത് ബഹുഭൂരിപക്ഷമാണ്. അതായത് 3/2 അംഗങ്ങളുടെ പിന്തുണ. അതായത് ഓരോ സഭയിലും 3/2 അംഗങ്ങളുടെ അംഗീകാരം വേണം. 3/2 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 50% അധികം. അതാണല്ലോ 3/2 എന്ന് പറയുന്നത്. 3/2 എന്നത് ഓരോ സഭയുടെയും 50% അധികമായിരിക്കണം, ബഹുഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. അതാണ് ഒരു പരിഷ്കരണം. രണ്ടാമത്തെ പരിഷ്കരണം എന്ന് പറയുന്നത് ഈ ബഹുഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. അതാണ് ഈ 3/2 ഭൂരിപക്ഷം മാത്രം പോരാ, സംസ്ഥാനങ്ങളുടെ അംഗീകാരങ്ങളും വേണം. പകുതി സംസ്ഥാനങ്ങളുടെ അനുമതിയും വേണമെന്നാണ് പറയുന്നത്. കൂടാതെ ആകെയുള്ള പകുതി സംസ്ഥാനങ്ങളുടെ അനുമതിയും വേണമെന്നാണ് പറയുന്നത്. ചില വകുപ്പുകളിൽ പാർലമെന്റിലെ അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷത്തോടെ പരിഷ്കരിക്കാവുന്നതാണ്, അതുമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 3 തരത്തിലുള്ള പരിഷ്കാരങ്ങൾ, 3 തരത്തിൽ നമുക്ക് നമ്മൾ റിജിഡ് 2 ഉണ്ട്, ഫ്ലെക്സിബിൾ 1 ഉണ്ട്. റിജിഡാണ് നമ്മൾ പറഞ്ഞത് 368 ആർട്ടിക്കിളിൽ 2 പരിഷ്കാരങ്ങൾ. ഇനി ഒരു തരത്തിലുള്ള പരിഷ്കാരം കൂടി ഉണ്ട്, അത് കേവല ഭൂരിപക്ഷമാണ്. അത് 368 വരില്ല, കേവല ഭൂരിപക്ഷമാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിമ്പിൾ മെജോറിറ്റി, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സിമ്പിൾ മെജോറിറ്റിയാണ്.
അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പുതിയ സംസ്ഥാന രൂപീകരണത്തിന് കേവല ഭൂരിപക്ഷം മതി. സംസ്ഥാന നിയമസമിതിയുടെ രൂപീകരിക്കലും ഒഴിവാക്കലും ലെജിസ്ലേറ്റീവ് കൗൺസിലിന് അത് കേവല ഭൂരിപക്ഷം മതി. സിമ്പിൾ മെജോറിറ്റിയാണ്, അതല്ലേ, സിമ്പിൾ മെജോറിറ്റിയാണ്. പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് കേവല ഭൂരിപക്ഷം മതി. കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കേവല ഭൂരിപക്ഷം മതി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ബഹുഭൂരിപക്ഷം ഉണ്ടല്ലേ, 2/3 മെജോറിറ്റി വേണ്ട, സിമ്പിൾ മെജോറിറ്റി അല്ലാണ്ട് 2/3 മെജോറിറ്റി വേണ്ട, സ്പെഷ്യൽ മെജോറിറ്റി വേണ്ടതാണ് ബഹുഭൂരിപക്ഷം, അല്ലെ. 2/3 അംഗങ്ങളുടെ പിന്തുണയെങ്കിലും വേണം. 2/3 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഉറപ്പായും 50% അധികമായിരിക്കണമെന്ന് ഉറപ്പാണ് 2/3 എന്ന് വരുമ്പോൾ, അല്ലേ. മൗലികാവകാശം സംബന്ധിച്ചവ അത് ബഹുഭൂരിപക്ഷമാണ്. അതിന് സിമ്പിൾ കേവല ഭൂരിപക്ഷം മതിയാവില്ല. മൗലികാവകാശം, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭേദഗതി ചെയ്യാൻ നമുക്ക് 2/3 ഭൂരിപക്ഷം വേണം. നിർദ്ദേശക തത്വം സംബന്ധിച്ചവ 2/3 ഭൂരിപക്ഷം വേണം. 2/3 ഭൂരിപക്ഷം വേണം. ബഹുഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ അംഗീകാരം, അതായത് നമ്മൾ പറഞ്ഞത് ഈ ബഹുഭൂരിപക്ഷം മാത്രം പോരാ, പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരമെങ്കിലും വേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പും ഇലക്ഷൻ രീതികളും കേട്ടോ. പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പും ഇലക്ഷൻ രീതികളും. സുപ്രീം കോടതി ഹൈക്കോടതി സംബന്ധിച്ചവ. ഏഴാം പട്ടികയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ആർട്ടിക്കിൾ 368 സംബന്ധിച്ചവ. ഇതിന് ബഹുഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. ഇനി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് യൂണിറ്ററി സ്വഭാവമുള്ള ഫെഡറൽ സംവിധാനം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യ ഒരു സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. അതായത് നമ്മുടെ അനുച്ഛേദം ആർട്ടിക്കിൾ 1 പറയുന്നത് ഇന്ത്യ ഒരു സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. യൂണിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഉദാഹരണം വെച്ച് പറയുകയാണ്. യൂണിറ്ററി സ്വഭാവത്തിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഏക ഭരണഘടന, നമുക്ക് ഒരു ഭരണഘടനയേ ഉള്ളൂ, അല്ലേ. ഏക പൗരത്വമാണ്, നമുക്ക് ഒരു പൗരത്വമേ ഉള്ളൂ. അമേരിക്ക പോലെ നമുക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല, നമുക്ക് ഇരട്ട പൗരത്വമില്ല, നമുക്ക് ഏക പൗരത്വമാണ്. അടിയന്തരാവസ്ഥ വകുപ്പുകൾ, ഇതൊക്കെയാണ് യൂണിറ്ററി സ്വഭാവത്തിൻ്റെ ഉദാഹരണം. ഇനി ഫെഡറൽ സ്വഭാവത്തിന് ഉദാഹരണം എന്താണെന്നറിയോ? ഫെഡറൽ സ്വഭാവം എന്ന് പറയുന്നത് അധികാര വിഭജനം. നമുക്കിവിടെ ഒരു സെൻട്രലും സ്റ്റേറ്റും ഉണ്ടല്ലേ, അതായത് നമുക്ക് കേന്ദ്രവും സംസ്ഥാനവും ഉണ്ട്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, അതെ, നമ്മുടെ സെപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഫ്രം ജുഡീഷ്യറിക്ക് പ്രധാനമായിട്ട് തന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുണ്ട്. ദ്വിസഭ ഭരണമുണ്ട്, ബൈക്യാമറലിസം ഉണ്ടല്ലേ നമ്മുടെ, അതായത് ഒരു സംസ്ഥാനത്ത് 2 നിയമസഭ, അതായത് 2 നമ്മുടെ ഒരു നിയമനിർമ്മാണ സഭകൾ ഉണ്ട്. ബൈക്യാമറലിസം എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ 6 സംസ്ഥാനങ്ങളിലാണ് ഉള്ളത്, അല്ലേ. 6 സംസ്ഥാനങ്ങളിലാണുള്ളത് ബൈക്യാമറലിസം. ഇതൊക്കെയാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ ഉദാഹരണങ്ങൾ. അടുത്തൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് പാർലമെൻ്ററി ജുഡീഷ്യറിയുടെയും അധികാരം. പാർലമെൻ്ററി സംവിധാനം അറിയപ്പെടുന്നത് വെസ്റ്റ് മിനിസ്റ്റർ ഗവൺമെൻറ് മോഡലാണ്. നമ്മുടെ പാർലമെൻ്ററി സംവിധാനം അറിയപ്പെടുന്നത് വെസ്റ്റ് മിനിസ്റ്റർ ഗവൺമെൻറ് മോഡലാണ്. പ്രൈം മിനിസ്റ്റീരിയൽ ഗവൺമെൻറ്റുകൾ എന്നായി വിളിക്കുന്നത് ഇന്ത്യ ബ്രിട്ടൻ ഗവൺമെൻറ്റുകളാണ്. അതായത് നമ്മുടെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി, പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവിനെ അദ്ദേഹമാണല്ലോ, പ്രധാനമന്ത്രിയാണല്ലോ നേതാവ്. അപ്പോൾ പ്രൈം മിനിസ്റ്റീരിയൽ ഗവൺമെൻറ്റുകൾ എന്ന് വിളിക്കുന്നത് ഇന്ത്യ ബ്രിട്ടൻ ഗവൺമെൻറ്റുകളെയാണ്. പാർലമെൻ്ററി പരമാധികാരം ബ്രിട്ടീഷ് മോഡലാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന പാർലമെൻ്ററി പരമാധികാരം ബ്രിട്ടീഷ് മോഡലാണ്. നിയമമൊക്കെ ബ്രിട്ടീഷ് മോഡലാണ്. ജുഡീഷ്യറിയുടെ മേൽക്കോയ്മ അത് അമേരിക്കൻ മോഡലാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് മൗലിക അവകാശങ്ങൾ. നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ മൗലിക അവകാശങ്ങളെ പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൗലിക അവകാശങ്ങൾ, അല്ലേ, നമ്മുടെ നിയമസാധുതയുള്ള, നമുക്ക് ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മൗലിക അവകാശം. ഭാഗം 3 പറയുന്നത്. ഭരണഘടന രൂപീകരിച്ച സമയത്ത് 7 ഉണ്ടായിരുന്നു, പക്ഷേ നിലവിൽ 6 ഉള്ളത്. നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതാണ്, അല്ലെ. തുല്യതയ്ക്കുള്ള, അല്ലെ, സമത്വത്തിനുള്ള അവകാശം 14, 18 നമ്മൾ പറഞ്ഞതാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരായ അവകാശം 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25, 28. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം 29, 30. ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം 32. നമ്മൾ വിശദമായി പറഞ്ഞതാണ്, അല്ലേ. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ വിശദമായി പറഞ്ഞതാണ്. അവിടെ നമ്മൾ കാര്യമായിട്ട് അതിലേക്ക് പറയുന്നില്ല. മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് സൂചിപ്പിക്കുകയാണ്. അത് പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് മൗലികാവകാശങ്ങൾ. മറ്റൊരു കാര്യം സംസ്ഥാന നയങ്ങൾ, നിയന്ത്രണ രേഖകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത.
അതായത് നമുക്കൊരു നിർദ്ദേശക തത്വങ്ങളുണ്ട്, നമുക്കൊരു കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ, സ്വാതന്ത്ര്യ ഭൗതിക സ്വഭാവങ്ങളോട് കൂടിയ ഇന്ത്യൻ സംസ്ഥാന നയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ മാത്രം പ്രത്യേകതയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. സംസ്ഥാനത്തിൻ്റെ ഏത് പ്രവർത്തനത്തിലും ഏറ്റവും മാനിക്കപ്പെടേണ്ടത് പൊതുജനാഭിപ്രായമാണ്. ധാർമ്മിക മാർഗനിർദ്ദേശങ്ങളിലും പൗരാവകാശ സംരക്ഷണ നിയമങ്ങളിലുമാണ് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നത് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ഏതാണ്? വളരെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. 1980 മിനർവ കേസാണ്. അതായത് ധാർമ്മിക മാർഗനിർദ്ദേശങ്ങളിലും പൗരാവകാശ സംരക്ഷണ നിയമങ്ങളിലുമാണ് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നത് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് 1980 മിനർവ കേസിലാണ്. അടുത്ത പ്രധാനപ്പെട്ട സവിശേഷതയാണ് പൗരന്റെ മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലേ. മൗലിക കടമകൾ പൗരന് സ്വമേധയാ ഉണ്ടാകേണ്ടതാണ്. അത് നിയമത്താൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നതല്ല, നിയമത്താൽ ചെയ്യേണ്ടതല്ല, നമുക്ക് സ്വമേധയാ ഉണ്ടാകേണ്ടതാണ്. മൗലിക കടമകൾ നിലവിൽ 11 ഉള്ളത്. അത് നമ്മുടെ ഭാഗം 4A ഉള്ളത് കേട്ടോ. അനുച്ഛേദം ആർട്ടിക്കിൾ 51A ആണ്. ഭാഗം 4A ആർട്ടിക്കിൾ 51A ആണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നത്. 10 മൗലിക കടമകളായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. 10 മൗലിക കടമകളാണ് തുടക്കത്തിൽ, മീൻസ് നമ്മുടെ 1976 42-ാം ഭേദഗതി പ്രകാരം 10 മൗലിക കടമകളാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. എന്നാൽ 2002 86-ാം ഭേദഗതി പ്രകാരം 11ാമത് മൗലിക കടമയും വന്നിട്ടുണ്ട്. അപ്പം നിലവിൽ 11 മൗലിക കടമകൾ ഒരു ഇന്ത്യൻ പൗരന് ഉണ്ട്. അത് നിയമത്താൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല, സ്വമേധയാ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? 3 ടയർ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ. ത്രിതല ഗവൺമെൻറ്റിൻ്റെ സാധ്യത മുന്നോട്ട് വെച്ച ഭേദഗതികൾ ഏതൊക്കെയാണ്? 73, 74 പണ്ട് മുതലേ കേൾക്കുന്നതാണ്. 73 73rd ആൻഡ് 74th അമെൻമെൻറ്റ് ആക്ട് അല്ലേ, 1992. 73ാം ഭേദഗതി പറയുന്നത്, അതായത് നമ്മുടെ ഭരണഘടനാ ഷെഡ്യൂളിൽ 11-ലാണ് ഉൾപ്പെടുത്തിയത്. 11 എന്താണ്? പഞ്ചായത്ത് രാജാണല്ലേ. 73ാം ഭേദഗതി പഞ്ചായത്ത് രാജാണ് 11ാം ഷെഡ്യൂളിൽ. 74ാം ഭേദഗതി ഏതാണ്? നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ് 12ാം ഷെഡ്യൂൾ. ഭരണഘടനാ ഭാഗം 9A ആണ്. അടുത്തൊരു പ്രധാനപ്പെട്ട സവിശേഷത കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. നമ്മുടെ ഈ സഹകരണ സംഘ രൂപീകരണം മൗലികാവകാശമാണ് കേട്ടോ. മൗലികാവകാശമായി അനുച്ഛേദം നമ്മൾ കഴിഞ്ഞ മൗലികാവകാശത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യത്തിലെ ആർട്ടിക്കിൾ 19 ഉൾപ്പെടുത്തിയത് 97ാം ഭേദഗതിയാണ്. 2011 97ാം ഭേദഗതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയത് കേട്ടോ. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മൗലികാവകാശമാക്കിയത് അനുച്ഛേദം 19 പ്രകാരം ആക്കിയത് 2011 97ാം ഭേദഗതി പ്രകാരം. ഭരണഘടനാ ഭാഗം 9B ആണ്. അനുച്ഛേദം 243 ZH മുതൽ 243 ZT വരെയാണ് കേട്ടോ. അനുച്ഛേദം 243 ZH മുതൽ 243 ZD വരെയാണ്. സംസ്ഥാന നയങ്ങളിൽ ഉൾപ്പെടുത്തുവാനായി മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ അനുച്ഛേദം 43B ആണ് കേട്ടോ. 43B ആണ്. ഇനി മറ്റ് പ്രധാന സവിശേഷതകൾ നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? ഇന്ത്യ എന്ന മതനിരപേക്ഷത വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല. ഇന്ത്യക്കൊരു ഭരണഘടന പ്രകാരം ഇന്ത്യക്കൊരു ഔദ്യോഗികമായ മതമില്ല. എല്ലാവർക്കും വോട്ടവകാശം. 18 വയസ്സിന് മുകളിലുള്ള 18 വയസ്സ് മുതലുള്ളവർക്ക് വോട്ടവകാശം എല്ലാവർക്കും. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും 18 വയസ്സായി കഴിഞ്ഞവർക്ക് വോട്ടവകാശം. 21 ആദ്യം. 21 നിന്ന് 18 ആക്കിയ ഭേദഗതി 61ാം ഭേദഗതി. 1989 61ാം ഭേദഗതി. 1989 മുന്നേ 21 വയസ്സായിരുന്നു വോട്ടിംഗ് പ്രായം. അത് 18 ആക്കിയത് 1989 61ാം ഭേദഗതിയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട സവിശേഷത ഏക പൗരത്വമാണ് അല്ലെ. നമുക്ക് ഒരു പൗരത്വം, ഏക പൗരത്വമാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്, കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. നമുക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തത്. നമുക്കൊരു ഇരട്ട പൗരത്വം ഇല്ല, ഏക പൗരത്വമാണ്. മറ്റൊന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമിതികളാണ്. അതായത് സ്വതന്ത്രമായ, അതായത് ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളാണ് അല്ലേ. ഒന്നാമത് ഇലക്ഷൻ കമ്മീഷനാണ്. മറ്റൊന്ന് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. സ്റ്റേറ്റ് PSC, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇതൊക്കെ നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഒരു സവിശേഷതയാണ്. അവരുടെ ഭരണഘടനാ സ്ഥാപനമായി അവർക്കൊരു ഇൻഡിപെൻഡൻ്റ് അധികാരം നൽകുക എന്നുള്ളത്. അടുത്തൊരു പ്രധാനപ്പെട്ട സവിശേഷത പറയുന്നത് അടിയന്തരാവസ്ഥയാണ്. ഭാഗം 18 അനുച്ഛേദം 352
മുതൽ 360 വരെ അടിയന്തരാവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. അടിയന്തരാവസ്ഥ, അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പ്രസിഡന്റിനെ പ്രാപ്തനാക്കുന്നത് അടിയന്തരാവസ്ഥ വകുപ്പുകളാണ്. മൂന്ന് തരം അടിയന്തരാവസ്ഥയുണ്ട്. നമുക്കറിയാം ഏതൊക്കെയാണ്, നമ്മൾ പണ്ട് മുതൽ കേൾക്കുന്നതാണ്. ദേശീയ അടിയന്തരാവസ്ഥ 352, സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണമെന്നും പറയാം 356, സാമ്പത്തിക അടിയന്തരാവസ്ഥ 360, സാമ്പത്തിക അടിയന്തരാവസ്ഥ 360. ഈ മൗലികാവകാശം റദ്ദാക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലേ. മൗലികാവകാശം റദ്ദാക്കുന്നത് രാഷ്ട്രപതിയാണ്. മൗലികാവകാശം റദ്ദാക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്തും റദ്ദാക്കാൻ കഴിയാത്ത 2 മൗലികാവകാശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 20, 21 അല്ലേ. 20, 21 മൗലികാവകാശങ്ങൾ അടിയന്തരാവസ്ഥ കാലത്തും റദ്ദാക്കാൻ കഴിയാത്തതാണ്. എന്നാൽ രാഷ്ട്രപതി നേരിട്ട് ഇടപെടാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി റദ്ദാക്കപ്പെടുന്ന മൗലികാവകാശം ഏതാണ്? ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം ആണ് കേട്ടോ. റൈറ്റ് ടു ഫ്രീഡം ആണ്. അടുത്തൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഈ കടമെടുത്ത ആശയങ്ങൾ. ഇന്ത്യൻ ഭരണഘടന നമുക്കറിയാം 60ഓളം രാജ്യങ്ങളുടെ ഭരണഘടന വായിച്ച ശേഷമാണ് ഇന്ത്യൻ ഭരണഘടന രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടമെടുത്ത ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ഒരു സവിശേഷതയാണ്. ഏറ്റവും കൂടുതൽ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് കേട്ടോ. 1935 നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഇന്ത്യൻ ഭരണഘടനയുടെ കാർബൺ കോപ്പി എന്ന് വിശേഷിക്കപ്പെടുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ബ്രിട്ടീഷ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമം. പാസ്സാക്കിയത് 2 ഓഗസ്റ്റ് 1935. 1935 ഓഗസ്റ്റ് 2-നാണ് ഈ ബില്ല്, ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. നിലവിൽ വന്നതെന്നാണ് 1937 ഏപ്രിൽ 1. ശ്രദ്ധിക്കണം, 35 ഓഗസ്റ്റ് 2-ന് പാസ്സാക്കി, നിലവിൽ വന്നത് 37 ഏപ്രിൽ 1-നാണ്. നിയമം റദ്ദാക്കിയത് എപ്പോഴാണ്? നിയമം റദ്ദാക്കിയത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റദ്ദായി. 1950 ജനുവരി 26-ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യ റദ്ദ് ചെയ്തു. പാകിസ്ഥാനും ബംഗ്ലാദേശും അത് റദ്ദാക്കിയത് 1956 മാർച്ച് 23-നാണ്. 1956 മാർച്ച് 23-നാണ്. UK അത് റദ്ദാക്കിയത് 1998 നവംബർ 19-നാണ്. അതിലെ വകുപ്പുകളുടെ എണ്ണം 321, പട്ടികകളുടെ എണ്ണം 10. ഇതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഇനി അടുത്തത്, ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് ഇന്ത്യൻ ഭരണ കടമെടുത്ത പ്രധാന ആശയങ്ങൾ ഏതൊക്കെയാണ്? പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഫെഡറൽ സമ്പ്രദായം, ഗവർണറുടെ ഓഫീസ്, പബ്ലിക് സർവീസ് കമ്മീഷൻ, അടിയന്തരാവസ്ഥ, നീതിന്യായം. 5 കാര്യങ്ങളാണ്. ഫെഡറൽ സംവിധാനം, ഗവർണറുടെ ഓഫീസ്, പബ്ലിക് സർവീസ് കമ്മീഷൻ, അടിയന്തരാവസ്ഥ, നീതിന്യായം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത പ്രധാനപ്പെട്ട 5 ആശയമാണ് ഫെഡറൽ സംവിധാനം, ഗവർണറുടെ ഓഫീസ്, പബ്ലിക് സർവീസ് കമ്മീഷൻ, അടിയന്തരാവസ്ഥ, നീതിന്യായം. ഇനി നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളെ പറ്റിയാണ് പറയുന്നത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് ലിഖിത ഭരണഘടന. നമുക്കറിയാം നമ്മുടെ ഭരണഘടന ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് അല്ലേ. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്കയുടേതാണ്. ആ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ലിഖിത ഭരണഘടന എന്ന ആശയം കടം കൊണ്ടത്. ആമുഖം, പ്രിയാമ്പിൾ കടം കൊണ്ടത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. മൗലികാവകാശം, ഏറ്റവും പ്രധാന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടന. ജുഡീഷ്യൽ റിവ്യൂ, നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടന പ്രകാരമാണോ അല്ലയോ എന്ന് നോക്കുന്ന സുപ്രീം കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ. ആ അവകാശം കൈക്കൊണ്ടത് അമേരിക്കൻ ഭരണഘടനയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജുഡീഷ്യറിയുടെ മേൽക്കോയ്മ എന്ന ആശയം കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണെന്നുള്ളത്. അത് ജുഡീഷ്യൽ റിവ്യൂ കടം കൊണ്ടിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്കൻ ഭരണഘടനയാണ്. വൈസ് പ്രസിഡന്റ് എന്ന ആശയം അമേരിക്കൻ ഭരണഘടനയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, നീതിന്യായം എന്ന് മാത്രമാണ് ചോദ്യമെങ്കിൽ അത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ്. നീതിന്യായം എന്ന് മാത്രമാണെങ്കിൽ. എന്നാൽ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് ചോദ്യമാണെങ്കിൽ അത് അമേരിക്കൻ ഭരണഘടനയാണ്. ഇനി ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയം നമ്മൾ നേരത്തെ പറഞ്ഞു. ഏക പൗരത്വം, നിയമനിർമ്മാണം. നമ്മൾ പറഞ്ഞ പോലെ നിയമനിർമ്മാണം നമ്മുടെ പാർലമെൻറ്റിൽ എന്ന ആശയം, പാർലമെൻ്ററി ആശയം കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. പ്രധാനമന്ത്രി ബ്രിട്ടീഷ് ഭരണഘടന. ക്യാബിനറ്റ് സംവിധാനം ബ്രിട്ടീഷ് ഭരണഘടന.
തിരഞ്ഞെടുപ്പ് സംവിധാനം അതും ബ്രിട്ടീഷ് ഭരണഘടന. നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടന. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, CAG വളരെ പ്രധാനപ്പെട്ടത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, CAG ബ്രിട്ടീഷ് ഭരണഘടനയാണ്. ഇനി പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന അയർലൻഡിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡാണ്. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നിയമിക്കുന്നു അയർലൻഡ്. അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ്. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നിയമിക്കുന്നു അയർലൻഡ്. അടുത്തത് കാനഡയാണ്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡ. കേന്ദ്രത്തിന് അവശിഷ്ടാധികാരം കാനഡ. ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറൽ സംവിധാനം കാനഡ. അടുത്തത് ഓസ്ട്രേലിയ. കൺകറന്റ് ലിസ്റ്റ്. നമ്മൾ നേരത്തെ 3 യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും അവശിഷ്ടാധികാരവും പറഞ്ഞു. അപ്പോൾ ഒഴിഞ്ഞു പോയ ഒന്നാണ് കൺകറന്റ് ലിസ്റ്റ്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും, കൺകറന്റ് ലിസ്റ്റ് അപ്പോൾ എവിടുന്നാണെന്ന്. അതാണ് അതിൻ്റെ ഉത്തരം വന്നു കഴിഞ്ഞു. ഓസ്ട്രേലിയയാണ് കൺകറന്റ് ലിസ്റ്റ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വളരെ പ്രധാനപ്പെട്ടത് ഓസ്ട്രേലിയ. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യാപാരം അതും ഓസ്ട്രേലിയ. ഇനി ഫ്രാൻസ് നമുക്കറിയുന്നതാണ്. ആദ്യത്തെ ആ 3 പദങ്ങൾ അല്ലേ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലേ. സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യം, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി ഫ്രാൻസ്. ബഡ്ജറ്റ് ഫ്രാൻസ്. റിപ്പബ്ലിക് ഫ്രാൻസ്. ഇനി USSRൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളത് എന്തൊക്കെയാണ്? ആമുഖത്തിൽ നീതി എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആമുഖം ഭരണഘടനയാണെങ്കിൽ ആമുഖത്തിലെ നീതി എന്ന വാക്ക് USSR ആണ്. മൗലിക കടമകൾ USSR. ഇനി ഭരണഘടനാ ഭേദഗതി എവിടുന്നാണ്? ദക്ഷിണാഫ്രിക്ക. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുക ദക്ഷിണാഫ്രിക്ക. അപ്പോൾ നമ്മൾ നേരത്തെ രാജ്യസഭയിലേക്ക് ഒരു അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന പറഞ്ഞല്ലോ. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നിയമിക്കുന്നത് അത് അയർലൻഡ്. ശ്രദ്ധിക്കണം, രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നിയമിക്കുന്നു. അതായത് രാഷ്ട്രപതിയുടെ അധികാരം വരുന്നത് അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. എന്നാൽ സാധാരണ രീതിയിൽ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി അത് ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. രാഷ്ട്രപതി, രാജ്യസഭ എന്ന 2 വാക്കുകളുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അയർലൻഡാണ്. രാജ്യസഭ എന്ന് മാത്രമാണെങ്കിൽ അത് ദക്ഷിണാഫ്രിക്കയാണ് അംഗങ്ങളുടെ കാര്യത്തിൽ. സ്വീഡൻ. പൊതുവെ നമ്മൾ സ്വീഡനെ അങ്ങ് വിട്ടുകളയാറാണ്. സ്വീഡൻ പൊതുവെ ആൾക്കാർ പഠിക്കൽ കുറവാണ്. ഒംബുഡ്സ്മാൻ, വളരെ പ്രധാനപ്പെട്ട ഒംബുഡ്സ്മാൻ എന്ന ആശയം സ്വീഡനാണ്. നമ്മൾ 60ഓളം രാജ്യങ്ങളുടെ ഭരണഘടന വായിച്ച ശേഷമാണ് നമ്മുടെ ഭരണഘടന രൂപീകരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളും കടം കൊണ്ട ആശയവുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് ഒരിക്കലും ഒരു പൂർണ്ണമായ ലിസ്റ്റല്ല. പക്ഷേ നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ, പരീക്ഷയ്ക്ക് മുൻവർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ ക്രോഡീകരിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു 9ഓളം രാജ്യങ്ങളും അതിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളെയും കുറിച്ച് പറഞ്ഞത്. ഇനി പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കൺഫ്യൂസിങ് ഫാക്ട്സ് ആയിട്ട് ചോദിക്കുന്ന ചില ആശയങ്ങൾ കടം കൊണ്ടത് എവിടുന്നാണെന്നുള്ള കൺഫ്യൂസിങ് ഫാക്ട്സ് ആയിട്ട് ചോദിക്കുന്നതാണ്. സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്ക. സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്ക. വൈസ് പ്രസിഡന്റോ അതും അമേരിക്ക. അമേരിക്കയാണ്. രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ ബ്രിട്ടൻ. ഇവിടെയൊക്കെയാണ് നമ്മുടെ മാർക്ക് പോകുന്നത്. രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ ബ്രിട്ടൻ. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് അയർലൻഡ്. വീണ്ടും നമ്മളെ കുഴപ്പിച്ചു. 3 രാഷ്ട്രപതിമാരുടെ ചോദ്യങ്ങളാണ്. രാഷ്ട്രപതി, സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതി എന്ന ആശയം അമേരിക്ക. രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ ബ്രിട്ടൻ. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് അയർലൻഡ്. ഈ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് അയർലൻഡ് എന്ന് പഠിക്കുമ്പോൾ വേറൊന്നും കൂടി പഠിച്ചോണം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും അയർലൻഡ് ഭരണഘടനയാണ്. രാഷ്ട്രപതി അംഗങ്ങളെ അത് പഠിച്ചാൽ നമ്മളിത് ഓർത്തോണം. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് അയർലൻഡാണ്. കണക്ട് ചെയ്ത് പഠിക്കണം. പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് എടുത്തത്. അതിലൊന്നാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ 1935 അല്ലേ. പബ്ലിക് സർവീസ് കമ്മീഷൻ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് കടം എടുത്തതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ആശയം. സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപീകരണം ശ്രദ്ധിക്കണം. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആശയം എന്ന് പറയുമ്പം നമ്മൾ ചാടിക്കേറി 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് കറുപ്പിക്കും.
അതുപോലെ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപീകരണം എന്നാണ് ചോദ്യമെങ്കിൽ 35 പോവരുത്, അതിൽ നിന്ന് കുറച്ച് പുറകോട്ട് വരണം. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അടിയന്തരാവസ്ഥ എന്ന ആശയം അത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദാക്കുക, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. ജർമ്മനിയാണ് കേട്ടോ, ജർമ്മനിയാണ്. ഇത് പഠിച്ചിരിക്കണം. അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദാക്കുക ജർമ്മനിയാണ്. ഓഫീസ് ഓഫ് ഗവർണർ നമ്മൾ പറഞ്ഞു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവർണറുടെ നിയമനം, വീണ്ടും കുഴപ്പിക്കാനുള്ള ചോദ്യം, ഗവർണറുടെ നിയമനം കാനഡ. നിയമനിർമ്മാണം ബ്രിട്ടൻ. നിയമ നടത്തിപ്പ്, വീണ്ടും കുഴപ്പിക്കുന്ന ചോദ്യം, നിയമ നടത്തിപ്പ് ജപ്പാൻ. നിയമനിർമ്മാണം, നിയമത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ, നമ്മുടെ പാർലമെൻറ്റ്, നിയമനിർമ്മാണ സഭ, ഇതൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ബ്രിട്ടനാണ് വരിക. പക്ഷെ നിയമ നടത്തിപ്പ് എന്ന് ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ജപ്പാനാണ്. നിയമ നടത്തിപ്പ് ജപ്പാനാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതാരൊക്കെയാണ് നമുക്കൊന്ന് പറഞ്ഞു പോവാം അല്ലേ. ഇന്ത്യൻ ഭരണഘടനയെ നിയമജ്ഞരുടെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ്. നിയമ നടപടിക്ക് പ്രോത്സാഹിപ്പിക്കുന്ന അനേകം ഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട്. അവ പ്രഗത്ഭരായ നിയമജ്ഞർക്ക് ധാരാളം അവസരങ്ങൾ നൽകുമെന്നതിനാൽ അവർക്ക് ഉപകാരപ്രദമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് എച്ച് കെ മഹേശ്വരിയാണ്. ഇന്ത്യൻ ഭരണഘടന 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ അനുകരണമല്ല. ഭരണഘടനയിലെ അടിസ്ഥാന തത്വങ്ങൾ മൂല്യാധിഷ്ഠിതമാണ്, അത് ആരുടെയും കുത്തകയല്ല എന്ന് അഭിപ്രായപ്പെട്ടത് നമ്മുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ വകുപ്പുകൾക്ക് പുറമെ പ്രായപൂർത്തി വോട്ടവകാശം കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ഇന്ത്യൻ ഭരണഘടനയായി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? PR ദേശ്മുഖാണ്. പാശ്ചാത്യ ആശയങ്ങൾക്ക് മുന്നിൽ അടിമയ്ക്ക് തുല്യമായ കീഴടങ്ങലായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണം എന്ന് അഭിപ്രായപ്പെട്ടത് ലോകനാഥ മിശ്ര. വീണയുടെയോ സിത്താറിൻ്റെയോ സ്വരമധുരി സൃഷ്ടിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്നാൽ ലഭിച്ചത് ഒരു ഇംഗ്ലീഷ് ബാൻഡിൻ്റെ അരോചക സ്വരം. അതിൽ അത്ഭുതപ്പെടാനില്ല. എന്തെന്നാൽ നമ്മുടെ ഭരണഘടനാ സൃഷ്ടാക്കളുടെ വിദ്യാഭ്യാസ രീതി അങ്ങനെയുള്ളതായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? കെ ഹനുമന്തയ. ഇനി നമ്മുടെ ഭരണഘടനാ ഭാഗങ്ങളൊന്ന് പറഞ്ഞു പോവാണ്. തുടക്കത്തിൽ 22 ഉണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞു. നിലവിൽ എത്രയാണ്? 25. പൂർണ്ണമായും റദ്ദാക്കപ്പെട്ട ഭരണഘടനാ ഭാഗം ഏതാണ്? 7. സംസ്ഥാന പുനഃസംഘടന, അനുച്ഛേദം 238. പൂർണ്ണമായും റദ്ദാക്കപ്പെട്ട ഭരണഘടനാ ഭാഗം 7ാം ഭരണഘടനാ ഭാഗം, സംസ്ഥാന പുനഃസംഘടന, ആർട്ടിക്കിൾ 238. സംസ്ഥാന പുനഃസംഘടന അനുച്ഛേദം 238 റദ്ദാക്കിയ ഭേദഗതി 1956 7ാം ഭേദഗതി. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 25ഓളം ഭാഗങ്ങളുണ്ടല്ലേ. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മളൊന്ന് പറയുകയാണ്. 1. ഇന്ത്യൻ യൂണിയനും ഭൂപ്രദേശവും. തുടക്കത്തിൽ 22 ഉണ്ടായിരുന്നു, ഇപ്പോൾ 25 ഭാഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തത് ഇന്ത്യൻ യൂണിയനും ഭൂപ്രദേശവും. 2. ഇന്ത്യൻ പൗരത്വം. 3. മൗലികാവകാശം. 4. മാർഗനിർദ്ദേശ തത്വങ്ങൾ. 5A മൗലിക കടമകൾ. 5A അല്ല, 4A ആണ് കേട്ടോ. 4A ആണ്. ആ 4Aയിൽ ആർട്ടിക്കിൾ 51A ആണ് മൗലിക കടമ, നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലേ. 5 യൂണിയൻ ഗവൺമെൻറ് ആണ്. 6 സംസ്ഥാന ഗവൺമെൻറ്. 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. 9 പഞ്ചായത്ത്. 9A മുനിസിപ്പാലിറ്റി. 9B സഹകരണ സംഘം, നമ്മൾ നേരത്തെ പറഞ്ഞു. 14 സർവീസ്. 14A അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, വളരെ പ്രധാനപ്പെട്ടതാണ്. 15 തെരഞ്ഞെടുപ്പ്. 16 സംവരണം. 17 ഭാഷ. 18 അടിയന്തരാവസ്ഥ, നമ്മൾ പറഞ്ഞതാണ്. 20 ഭരണഘടനാ ഭേദഗതി. ഇനി നമ്മൾ ഭരണഘടനാ ഭാഗങ്ങളും ഭേദഗതിയും ഒന്ന് പറയുകയാണ്. ഭാഗം 4A 14A എന്നിവ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. 1976 42ാം ഭേദഗതി, നമ്മുടെ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് അല്ലേ. 42ാം ഭേദഗതി. ഭാഗം 9A 74ാം ഭേദഗതി 1992, നമ്മുടെ മുനിസിപ്പാലിറ്റി അല്ലേ. 24ാം ഭേദഗതി.
ഭാഗം 9B 97 ഭേദഗതി 2011. അതേതാണ് നമ്മുടെ സഹകരണ സംഘം അല്ലേ? സഹകരണ സംഘം പ്രധാനപ്പെട്ട ഭരണഘടനാ ഭാഗങ്ങളിലെ അനുച്ഛേദങ്ങളും കൂടി നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. പ്രധാനപ്പെട്ട ഭരണഘടനാ ഭാഗങ്ങളും അവിടുത്തെ അനുച്ഛേദങ്ങളും കൂടി ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഭാഗം 1 ഭൂപ്രദേശം അനുച്ഛേദം 1 മുതൽ 4 വരെ. ഭാഗം 2 പൗരത്വം 5 മുതൽ 11 വരെ. ഭാഗം 3 മൗലികാവകാശങ്ങൾ 12 മുതൽ 35 വരെ. ഭാഗം 4 നിർദ്ദേശക തത്വം 36 മുതൽ 51 വരെ. ഭാഗം 4A മൗലിക കടമകൾ 51A. ഭാഗം 14 സർവീസ് 308 മുതൽ 323 വരെ. ഭാഗം 14A അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് 323A മുതൽ B വരെ. ഭാഗം 15 തെരഞ്ഞെടുപ്പാണ് 324 മുതൽ 329 വരെ. ഭാഗം 16 സംവരണമാണ് 330 മുതൽ 342A വരെ. ഭാഗം 17 ഭാഷകളാണ് 343 മുതൽ 351 വരെ. ഭാഗം 18 അടിയന്തരാവസ്ഥയാണ് 352 മുതൽ 360 വരെ. ഭാഗം 20 ഭരണഘടനാ ഭേദഗതിയാണ്. നമ്മൾ പറഞ്ഞു 368. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളെ പറ്റി ഓരോ പോയിന്റും എടുത്ത് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഭരണഘടനയുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി.